ഇതെങ്കിലും നടക്കുവാ? ആ ഒറിജിനലും കാണുന്നേ. അല്ലെങ്കിൽ ഇട വേണ്ട, വെറുതെ സ്പേസ് കളയാനായിട്ട്. ഓ ഓ അടുത്താണ് വന്നേ. കിരണ വലിയ ഡിമാൻഡ് ഇടാണ്ട് പ്ലാൻ പറ. വളരെ നീറ്റായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു ഉടായിപ്പിനെ കൊണ്ട് ബിബീഷ് ബാലിനെ കുറിച്ചുള്ള അതിഭീകരമായ സത്യങ്ങൾ ചന്ദ്രികയുടെ അച്ഛൻ്റെ അടുത്ത് വെളിപ്പെടുത്തുന്നതാണ് നമ്മുടെ ആദ്യത്തെ സീൻ. അതിന് നമ്മളെ നാട്ടില് നമ്മല്ലാണ്ട് വേറെ എങ്ങനെ ആര് ഇറക്കും ഓന്തിനെ വീഴ്ത്താൻ ഓന്തിന്റെ നാവുള്ള ഒരുത്തനെ. ആദ്യം തന്നെ ഗസ്ട്രോളാ. അല്ല അങ്ങനെ ഏതെങ്കിലും ഒരു ചെക്കൻ ചെന്ന് പറഞ്ഞ ആള് വിശ്വസിക്കോ? അങ്ങനെ ഏതെങ്കിലും ഒരു ചെക്കൻ അല്ലെങ്കിലോ? പിന്നെ ശംഭു ശംഭു മഹാദേവൻ. ആളിച്ചിരി ഓൾഡാകും, പക്ഷെ അഭിനയമോഹിയം. മുമ്പ് ഒരു പ്രാവശ്യം എൻ്റെ അടുത്ത് ചാൻസ് വെച്ച് വന്നിട്ടുള്ളതാണ്. അത്രയും പ്രായമുള്ള ഒരാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രവീന്ദ്രൻ എന്തായാലും കേൾക്കും. ഓൾസോ ഈസ് എ ബ്രില്യന്റ് ആക്ടർ. ഈ സീൻ അയാൾ കലക്കും. കണ്ടിട്ട് കല്യാണം നടക്കുന്ന പോലെയൊന്നും തോന്നുന്നില്ലല്ലോ. നിങ്ങൾക്ക് ആടെ പോയി ഒന്ന് അന്വേഷിച്ചിട്ട് വരാൻ പറ്റുമോ? പോവാം, പക്ഷെ അങ്ങനെയാണെങ്കിൽ കല്യാണം മുടക്കുന്നത് നമ്മളാന്ന് വരും. അപ്പൊ നമ്മയല്ലേ കല്യാണം മുടക്കുന്നത്? ഓ ആടാ എന്താടെ മൊത്തം പറഞ്ഞ ആൾക്ക് ചന്ദ്രേട്ടാ, ഒരു വഴി ഉണ്ടാക്കാം. ആക്ടിങ് ഒരിക്കടിച്ചല്ലടാ. ആ ചന്ദ്രേട്ടനാ? ഇവനുണ്ട്. എന്നാ രണ്ടാളും കൂടി പെണ്ണുകാണാനോ മറ്റോ ഇറങ്ങിയതാ? ഒന്നല്ല, ഇടത്തേക്കായിട്ട് വന്നാണ്. ഇവനെ വെറുതെ കൂട്ടിയതേ ഇല്ലു. വെറുതെ എന്നിപ്പോ കാര്യം ബാലൻ ഓഫീസിൽ പോയായിരിക്കും അല്ലേ? ആ പോയിന് വൈകുന്നേരം വരൂ. ആ എന്നാ പിന്നെ ഇങ്ങ വൈകുന്നേരം വാ. നീ അവിടെ ഇരിക്കടാ. ബിബീഷ് ഇവിടെ ഇല്ലല്ലോ അല്ലേ? ഓൺ ടൗണിൽ പോയിട്ടുള്ള നന്നായി. ഞങ്ങ ഒരു പെണ്ണന്വേഷണമായിട്ട് വന്നതാണ്. ബിബീഷിന്റെ കാര്യം തന്നെ. ആ ജോലിയൊന്നും ഇല്ലെങ്കിലും നല്ല ചുറ്റുപാടിലല്ലേ. ഒരു ഉത്തരവാദിത്തല്ലേ ഇരിക്കട്ടെ. ചന്ദ്രേട്ടാ, നിങ്ങ വന്നതും പറഞ്ഞതെല്ലാം സന്തോഷം തന്നെ. നിങ്ങളോടെല്ലാം പറയാനിരിക്കൂന്ന്. ഓന്റെ കല്യാണം ഏകദേശം ഉറപ്പിച്ചിട്ടില്ലേ? പ്രേമാന്താ? ആ അങ്ങനെയാന്ന് പറയാ. ഓനൊരു പെണ്ണിനെ കണ്ടിന്യൂന്ന് പറഞ്ഞു. നമ്മ പോയി നോക്കുമ്പോക്ക് നല്ല തറവാട്ടുകാരന്നെ. പിന്നെ നമ്മളെ തൊട്ടടുത്ത നാട്ടുകാരും. പെണ്ണിന്റെ ഏച്ചിന്റെ കല്യാണം കഴിയാനുണ്ട്. അതുവരെ കാത്തിക്കണെന്ന് പറഞ്ഞിന്. അതുകൊണ്ടാന്ന് ആരോടും പറയാത്ത. നിങ്ങും ഇപ്പൊ ഇതാരോടും പറയണ്ട. ഇതാരോട് പറയാനല്ലേ? അല്ല ആ ബൈക്കിനെ നോക്കിയിട്ട് കാര്യമില്ല, നമുക്ക് ഈ ബൈക്ക് നോക്കാം. ഹോട്ടൽ ബോർഡിൽ നിന്നൊരു ട്രാക്ക് ബാക്ക്. കിര, നീ പറഞ്ഞ ആളെപ്പോ വരും? എന്ത് ചെയ്യും? ഞാൻ സ്ക്രിപ്റ്റ് വായിക്കാം. ഓ ഓ ആരും ശ്രദ്ധിക്കാതെ ആൾക്കൂട്ടത്തിൽ അലിഞ്ഞ് അവരിൽ ഒരാളായി ശംഭു മഹാദേവൻ. ബാക്ക് ഷോട്ട്. കിരണേ വെറുപ്പിക്കല്ലേ, കാര്യം പറയും. നീ പറകൂട്ടപ്പാ. രവീന്ദ്ര ഹോട്ടലിന് മുമ്പിലായി ബൈക്ക് നിർത്തി ചുറ്റും നോക്കി ഹോട്ടലിനകത്തേക്ക് നടന്നു കയറുന്ന ശംഭു. ഹോട്ടലിന്റെ ക്യാഷ് കൗണ്ടറിലായി ഹോട്ടൽ മുതലാളി രവി, അവരുടെ തന്ത. ശംഭു പതിയെ അടുത്തുള്ള ടേബിളിൽ മാറിയിരിക്കുന്നു. ആടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നും മിണ്ടാതെ തൊട്ടപ്പുറത്തെ ടേബിളിൽ മാറിയിരിക്കുന്നു. ഐഡിയ. അധികം താമസിയാതെ തന്നെ നല്ല മീഡിയം മധുരത്തിൽ ഒരു സ്ട്രോങ് ചായയും 2 പഴംപൊരിയും ഓർഡർ ചെയ്യുന്ന ശംഭു. രവീന്ദ്ര ഹോട്ടലിൽ പഴംപൊരി കൊള്ളൂല, ബോണ്ടയും കഴുകുകയും അതിനോട്ടോ. എടാ ഞാനിതൊന്ന് തീർത്തോട്ടെ. ഹാവി പറക്കുന്ന ചൂട് ചായ ഊതി ഊതി കുടിക്കുന്ന ശംഭു. അല്ലേലും ചൂട് ചായ ഊതി ഊതി കുടിക്കുന്നതാണല്ലോ ഗുപ്തരിഷ്ടം. ചൊരണ്ടിയതല്ലേ അമ്മലെ? എടാ ഓന്റെ പ്ലാനിങ് ഒന്ന് മൊത്തം പറഞ്ഞോട്ടെ. നീ കുറച്ചൊന്നും മിണ്ടാണ്ട് നിൽക്ക്. ഓ ആയിക്കോട്ടെ. ചായ മഴപരി കഴിച്ച ശേഷം ക്യാഷ് കൊടുക്കാനായി കൗണ്ടറിലേക്ക് നടന്നെടുക്കുന്ന ശംഭു. അയാൾ പേഴ്സ് പുറത്തെടുക്കുന്നു. ചായക്കും പഴംപരിക്കും മൊത്തം 32 രൂപ. അയാൾ 4 10 നോട്ടുകൾ പുറത്തെടുക്കുന്നു. അതിൽ നിന്നും മറ്റൊന്നുകൂടി പുറത്തെടുക്കുന്നു. ബിബീഷ് ബാലന്റെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ. അതിവിദഗ്ധമായി ആ ഫോട്ടോ ആ നോട്ടുകൾക്കിടയിൽ ഒളിപ്പിക്കുന്നു. നേരെ മുതലാളി രവിയുടെ കൈകളിലേക്ക്. ശേഷം ഇത് ബിബീഷിന്റെ ഫോട്ടോ അല്ലേ? ബിബീഷിനെ നിങ്ങൾക്ക് അറിയാ? ബിബീഷനെ അറിയാമോന്ന്? അവനെ അറിയാമെന്ന് പറയുന്നതേ നാണക്കേടാ. എന്തെന്നാ നിങ്ങൾ ഈ പറയുന്നത്? അവനെ പറ്റിട്ട് നാട്ടുകാർക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഇല്ലല്ല. അവനെ പറ്റി നാട്ടുകാർക്ക് ശരിക്കും അറിയില്ല.
ഞാൻ വേറെ 1-2 ആൾക്കാരെടുത്ത് ചോദിച്ചു, അവർക്കും ഇതേ അഭിപ്രായം. നാട്ടിലെ ആളൊരു മാന്യൻ, എന്നാലേ അവന്റെ കളി മുഴുവൻ നാട്ടിന്റെ പുറത്താ. മംഗലാപുരത്തൊന്ന് അന്വേഷിച്ചു നോക്കേ. എന്തെന്നാന്ന് പറയ്. അവനെ പല പ്രാവശ്യം മംഗലാപുരത്ത് പല ആശുപത്രികൾ വെച്ച് കണ്ടിട്ടുണ്ട്, അതും പല പെമ്പിള്ളാരുടെ കൂടെ. എന്തിനാണെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. എന്തിനാ? ഛെ, ഇതൊക്കെ പറയേണ്ട കാര്യമുണ്ടോ? അത് തന്നെ ചേട്ടാ ഉദ്ദേശിക്കുന്നതന്നെ. ദൈവ, നിങ്ങളെ ദൈവ ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചത്. ദൈവ, അങ്ങനൊന്നുമില്ല, ഒരു ഉപകാരം. എങ്ങനുണ്ട്? സംഭവിക്കില്ലേ? നീ പറഞ്ഞ അത്ര വെറുപ്പിച്ചില്ലേ, ചെലപ്പോ ഏക്കും. ഈ ബിൽഡപ്പ് ഇത്തിരി കൂടി പോയില്ലേ? ശംഭുവിനെ പോലുള്ള ഹൈലി ടാലന്റഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾക്ക് മിനിമം ബിൽഡപ്പ് ഒക്കെ വേണം സുഹൃത്തേ. അപ്പൊ എങ്ങനെ പരിപാടികള്? ശംഭു വരട്ടെ. கலைஞன் பிளாக் அண்ட் ஒயிட் வல்லவன் என்றும் என்றும் இளைஞன் பெண்கள் கண் வைப்பவன் யாதுமே ஊரே யாவரும் கேளிர் உத்தமன் வீரன் இவன் பேசுற பேச்சு ஆடுற ஆட்டம் பார்க்கத்தான் போற ஜனம். ഇതെന്തിങ്ങനെ? ഡെബ്ബിയൊക്കെ അല്ലേ, ഒന്ന് കളറാക്കിയതായിരിക്കും. ഇങ്ങനാണോ ഇയാൾ ആൾക്കൂട്ടത്തിൽ അലിഞ്ഞില്ലാടാ പോകുന്നത്? കോസ്റ്റ്യൂമിലല്ല, പെർഫോമൻസിലാണ് കാര്യം. കണ്ടോ? വെയിറ്റർ, ചോദിക്കേ. എന്ത് വയ്ക്കാൻ? താൻ ചോദിച്ചല്ലേ എനിക്ക് ഡയലോഗ് പറയാൻ പറ്റൂ. എന്ത് വേണം ചോദിക്കേ. ഓ അതെയാ, എന്നാ വേണ്ട സാർ? 2 പഴംപൊരിയും ഒരു ചായയും. 2 പഴംപൊരി ചായ. 2 പഴംപൊരി ഒരു ചായ. എന്നെ അനുഗ്രഹിക്കണം. പിന്നെ ഓ 2 പൊറോട്ടേന്റെ കൂടെ ഉള്ള സാമ്പാർ പെട്ടെന്ന് വേണം. ഇനി സപ്ലൈർ വഴിയിൽ എന്തെങ്കിലും ഓപ്പറേഷൻ ആണോ ആളുടെ പ്ലാൻ? ആണോ? ഒന്നും പറയാൻ പറ്റില്ല. ശംഭു മഹാദേവൻ ഈസ് അൻ അൺപ്രഡിക്റ്റബിൾ ആക്ടർ. ഐ സീ.